ഇന്ന് മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത കാണാനിടയായി. അതായത് ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അതിൻ്റെ പ്രസിഡൻറ്റ് ഷഹാബുദ്ദീൻ റിസ്വി ബർലവി അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. പുതുവർഷാഘോഷങ്ങളിൽ മുസ്ലിങ്ങളാരും സഹകരിക്കരുത്. പുതുവർഷമെന്ന് പറയുന്നത് ഇസ്ലാമികമായി വിരുദ്ധമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗൗരവമായ സംഗതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫത്വ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്ക് കുറച്ച് ക്രിസംഗി ചാനലുകളും വിലയിരുത്തലുകാരുമൊക്കെ രംഗത്ത് വന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് ദാണ്ട ഗോത്രവർഗ്ഗക്കാർ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സംഗതി അദ്ദേഹത്തിൻ്റെ ചരിത്രവും ചിത്രവുമൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം നമ്മുടെ യോഗിജിയുടെയും മോഡിജിയുടെയും ഒക്കെ ഇസ്ലാമിക പിളർപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഷണത്തിൻ്റെ ഒരു പൂളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ പൂളി വെച്ചിരിക്കുന്ന ഒരു കഷണത്തിൻ്റെ വലിയ മഹാനായ പണ്ഡിതനാണ്. ന്യൂ ഇയർ ആഘോഷത്തിൽ കൂത്താടാനും വെള്ളമടിച്ച് തുള്ളാനുമൊന്നും ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ഈ മക്കളെ പ്രസവിച്ച ഒരമ്മയും അച്ഛന്മാരും അതിന് അനുവാദം നൽകില്ല എന്നുള്ളതൊരു പൊതുവിലുള്ള കാര്യമാണ്. ഒരുപാട് രക്ഷകർത്താക്കൾ നാളെ ശ്വാസമടക്കി പിടിച്ചാണ് ഈ രാത്രി ഒന്ന് കഴിഞ്ഞുകൂടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷേ സംഗതി ഇത് കത്തിച്ചു വിട്ടിരിക്കുന്നത് ഈ പറയുന്ന ആളിൻ്റെ ബയോഡേറ്റ കണ്ടിട്ട് വേണം ഇതിനെ ഇസ്ലാമിൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ചാർത്തി ഇത് ഭയങ്കരമായ ഒരു സംഗതിയാക്കി കത്തിപ്പടർത്തിയെടുക്കാൻ പോകുന്നത്. ദേ ഇവിടെ ഞങ്ങളുടെ കരുനാപ്പള്ളിയിലൊക്കെ ഞങ്ങളുടെ കുമ്മനം ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം ന്യൂ ഇയർ പ്രഭാഷണം തന്നെ വെച്ചിട്ടുണ്ട്. അതായത് പുതുവത്സരം പുലരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടാണ് 31 അവസാനിക്കുന്നതും 1 തുടങ്ങാൻ പോകുന്നതുമൊക്കെ. അത്രമേൽ അതിൻ്റെ സാധ്യതകളൊക്കെ എത്രത്തോളം ആഴത്തിൽ ഉപയോഗിക്കാമോ അത്രത്തോളം ആഴത്തിൽ ഉപയോഗിക്കുന്ന പണ്ഡിത വരേണ്യന്മാരുടെ ആധുനിക മുസ്ലിം കാലത്ത് എന്താണ് ഈ പറയുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ന്യൂ ഇയറും കത്തിച്ചു വിടുന്ന ഒരു സ്ഥിതിയിലാണ്. ആദ്യം ഞാൻ ആ മനോരമയിലെ വാർത്തയൊന്ന് വായിക്കാം. പുതുവത്സരാഘോഷം ഇസ്ലാമിക പ്രബോധനങ്ങളോടും ചിന്തകളോടും കൂടി പൊരുത്തപ്പെടുന്നതല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മുസ്ലിങ്ങൾ പുതുവർഷം ആഘോഷിക്കരുത്, ഫത്വ ഇറക്കി ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്. ഇദ്ദേഹത്തിൻ്റേതാണ് ഈ ഫത്വ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം ഇറക്കിയ ഒരു ഫത്വ വായിക്കാം. മോഡി യോഗി ക്യാൻ ഫുൾഫിൽ ഡ്രീം ഓഫ് അഖണ്ഡ ഭാരത്. ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് നാഷണൽ പ്രസിഡൻറ്റ് ബറേലി. ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് നാഷണൽ പ്രസിഡൻറ്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബർലാവി ഓൺ സാറ്റർഡേ said that Prime Minister Narendra Modi and Uttar Pradesh Chief Minister Yogi Adityanath could fulfill the dream of Akhanda Bharat. Maulana Shahabuddin Rasvi speaking to Ian said that there is a BJP government at the center. PM Modi is handling the country from Delhi and CM Yogi is drawing global accolades for clean governance in Uttar Pradesh. These are two great personalities who can fulfill the dream of Akhanda Bharat. അതായത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ കഴിയുള്ളെന്നും ഒരാൾ ഡൽഹിയിൽ നിന്ന് അതിനു വേണ്ടിയുള്ള ചെയ്ത്തെല്ലാം ചെയ്യുമ്പോൾ മറ്റൊരാൾ യു പിയിലും ഇതിനു വേണ്ടിയുള്ള ചെയ്ത്തെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് മൗലാന ഷഹാബുദ്ദീനുൽ റുസ്വിയുൽ ഖുദ്സിയുൽ ഖർദീസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട ഈ സമൂഹത്തിൽപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ പേര് അനിൽ മുഹമ്മദ്. എനിക്കിപ്പോൾ ഈ പേര് വേണമെങ്കിൽ അങ്ങ് മാറ്റിയിട്ട് എന്തെങ്കിലും ഈ പറയുന്ന എനിക്ക് ഹൈറ്റ് കുറച്ച് ചിലരൊക്കെ പറയും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഹൈറ്റ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പം അൽ മൗലാന നീളം കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു തങ്ങളും ആറ്റപ്പൂവും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഒരു പേരൊക്കെ ഉണ്ടാക്കി പറ്റുമെങ്കിൽ ഒരു വെള്ളത്തട്ടമൊക്കെ വാങ്ങിച്ച് തലയിലിട്ടാൽ നിങ്ങൾ എന്തോ ഈ പറയുന്നത്? എടാ, ഹാമിദ് എന്ന് പറഞ്ഞ ഒരാൾ ഗൾഫിൽ മൊത്തം പോയി കറങ്ങിയിട്ട് വന്ന് ഹാമിദ് ഒറ്റ പൂക്കോയ തങ്ങളായി കത്തിച്ച് 4-5 കോടി രൂപ പിരിക്കാൻ കഴിയുന്ന അത്രയും സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൗലാന അല്ലെങ്കിൽ അതുപോലെയൊക്കെ കേൾക്കുമ്പോൾ നല്ല പണ്ഡിതന്മാരുണ്ട്, സൂക്ഷ്മതയുള്ള നല്ല ഉഹ്രവിയായ പരലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ മേഖലയിൽ മാത്രം പ്രയത്നിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അല്ലാതെ ഇതുപോലുള്ള ഒരുപാട് ആളുകളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ അത് മുസ്ലിങ്ങളെന്നൊന്നുമല്ല, എല്ലാ മനുഷ്യരും അതിൻ്റെ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. കാരണം
ഈ ഹൈവേ സൈഡിലുള്ള കേരളത്തിലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും നാളെ എമർജൻസി മെഡിസിനും ന്യൂറോ സർജന്മാരും അനസ്തീഷ്യോളജിസ്റ്റുമൊക്കെ അവൈലബിൾ ആയിരിക്കണമെന്ന് എല്ലാ ഹോസ്പിറ്റലിലും നിർദ്ദേശിക്കാറുണ്ട്. കാരണം ഹെഡ് ഇഞ്ചുറി ഒരു ദിവസം ഒരു 5 എണ്ണം 4 എണ്ണം 6 എണ്ണമൊക്കെ ഒരു രാത്രി കിട്ടും. 6 എണ്ണമൊക്കെ കിട്ടിയാൽ ഒരു 6-5 30 ലക്ഷം 40 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ്സിൻ്റെ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് കുടിച്ചു കൂത്താടാനും തുള്ളി മറിയാനും ഒന്നും പോരുത്. അത് ഹിന്ദുവും പോരുത്, ക്രിസ്ത്യാനിയും പോരുത്, മുസ്ലിമും പോരുത്. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഇതിപ്പോൾ ഒരു അഭ്യാസം ഇറക്കി യു പിയിൽ ഇലക്ഷനൊക്കെ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി എൻ്റെ അളിയൻ മൗലാനായിക്ക് ഏതാണ്ട് ചില്ലറ കൊടുത്ത് ഇറക്കിയ ഒരു സാധനമാണ്. ഇങ്ങനെ ചില്ലറ കൊടുത്താൽ മൗലാനമാരെയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ കുമ്മനം ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം ന്യൂ ഇയർ പ്രഭാഷണം വെച്ചിരിക്കുകയാണ്. അതായത് പുതുവത്സരം അങ്ങോട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആഴത്തിൽ കേട്ടുകൊണ്ട് വേണം സമൂഹം മുന്നോട്ട് പോകുക. എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ സാധ്യതകളെ ട്രെൻഡിനൊപ്പം എന്നൊക്കെ പറയുന്നത് പോലെ സംഗതി കത്തിച്ചു വിടാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ ന്യായമൊക്കെ പറയുന്നത്. അതുകൊണ്ട് വേറെ പണിയെല്ലാം പോയി നോക്കുന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.